വെൽക്കം ബാക്ക് ടു സർക്കിട്ട് ഗ്രാം. ഇന്നത്തെ നമ്മുടെ സർക്കിട്ട് നിങ്ങളൊക്കെ തമ്മിൽ കണ്ടതുപോലെ തന്നെ നിലമ്പൂരിൻ്റെ ആ ഒരു നാച്ചുറൽ വശ്യ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമപ്രദേശമായിട്ടുള്ള TK കോളനിയിലേക്കാണ്. ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇതും മറ്റൊരു അൺറേച്ചഡ് ആയിട്ടുള്ള നിലമ്പൂരിലെ ഹിഡൻ ബ്യൂട്ടി പ്ലേസ് ആണ്. ടൗണിൽ നിന്നൊക്കെ മാറി നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ എത്തിയപ്പോഴേക്കും നമ്മുടെ മുന്നിൽ കാണുന്ന പകൽ വെളിച്ചവും പച്ചപ്പും ഒക്കെ തന്നെ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചയുടെ ആ ഒരു മാറ്റ് കൂട്ടുന്ന വിധത്തിലായിരുന്നു നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഈ വഴിയുടെ ഭംഗി മാത്രം ആസ്വദിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്നെപ്പോലെ നിങ്ങൾക്കും വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മളവിടെ കണ്ട കൂട്ടുകാരോട് ഈ ലൊക്കേഷനെ കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ അവരാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് ആ ഒരു സ്ഥലം കാണിച്ചു തന്നത്. എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നവർ TK കോളനി എന്ന് സെർച്ച് ചെയ്ത് അതിൻ്റെ എൻഡിങ് വരെ പോകാതെ കുറച്ച് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞാൽ വല്ല ആളുകളെയൊക്കെ കണ്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. റോഡിൻ്റെ സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി നിർത്തി നമ്മൾ താഴോട്ട് ഇത്തരത്തിലൊരു വഴിയിലൂടെ വേണം ഇങ്ങോട്ടേക്ക് എത്താൻ. ബൈക്കൊക്കെ ഈ വഴി ഇങ്ങോട്ടേക്ക് എത്തുമെങ്കിലും പിന്നെ ഒരു പക്ഷെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയും തിരക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് വെച്ച് ഞാൻ വണ്ടി മുകളിൽ തന്നെ ഇട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ യാത്ര ഒരു സൺഡേ ആണ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കാണ് ഇവിടെ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വന്നപ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റിയത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ഫീലാണ്. ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ മൊത്തത്തിൽ അടിപൊളിയാണ്. നമ്മളിങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നത് ഈ കാണുന്ന കനാലാണ്. അതുപോലെ തന്നെ ഇതൊരു കാടിനകത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടനായിട്ടുള്ള ഒരു ബ്യൂട്ടി പ്ലേസ് ആണ്. ദൂരെ മലമുകളിൽ നിന്നൊക്കെ ഒഴുകിയെത്തുന്ന വെള്ളം വേനൽ സമയത്തും ഉപയോഗിക്കാനെന്ന വണ്ണമുള്ള ഒരു ചെറിയ ബണ്ടാണ് നമുക്കിവിടെ കാണാനാകുന്നത്. അതിൽ നിന്നും ഒരു വശത്തേക്ക് ചെറിയൊരു കനാല് വഴി വെള്ളം തിരിച്ചു വിട്ടിട്ടുമുണ്ട്. മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർ ലെവലിംഗ് ആണ് നമ്മൾ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബണ്ടിൻ്റെ അപ്പുറത്ത് അത്യാവശ്യം വെള്ളമുണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക് വലിയൊരു ഓവർഫ്ലോ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കുളിക്കാൻ ഇറങ്ങുന്ന കാര്യത്തിൽ ഈ സമയം എന്ന് പറയുന്നത് ഇച്ചിരി സേഫ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല മഴയൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരിക എന്നുള്ളത് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാടിനോട് അകത്ത് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് ചുമ്മാ ഒന്ന് ചുറ്റി കറങ്ങിയൊക്കെ നമുക്ക് ഇതിലൂടെ നടക്കാവുന്നതാണ്. പതഞ്ഞരഞ്ഞ് നല്ല ക്ലിയർ ക്രിസ്റ്റലായിട്ടുള്ള വാട്ടറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പല സമയത്തായിട്ട് കുത്തിയൊലിച്ച് വന്ന വെള്ളപ്പാച്ചിലുകളൊക്കെ തന്നെയും ഇവിടെയുള്ള നല്ല കല്ലുകളെയൊക്കെ മിനുക്കി പണിത് സുന്ദര കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ പ്രകൃതി തന്നെ രചിച്ച കാട്ടിനകത്തെ കാട്ടുവള്ളികളും കല്ലുകളും ഒക്കെ നിറഞ്ഞ് നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയറും. ഇനി ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസും കാഴ്ചകളും ഒക്കെ തന്നെ കാണാൻ ഉതകുന്ന തരത്തിൽ ഈ ബണ്ടിനോട് ചേർന്ന് തന്നെ കനാലിൻ്റെ ഷട്ടറിൻ്റെ സപ്പോർട്ടിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഈ 2 ഫില്ലറുകളുടെ മുകളിലേക്ക് നമുക്ക് കയറി വരാവുന്നതാണ്. ആരെയും പ്രോത്സാഹിപ്പിക്കുകയല്ല, സ്വന്തം ആരോഗ്യവും അതുപോലെ തന്നെ നമ്മുടെ സംരക്ഷണമൊക്കെ തന്നെ നമ്മൾ തന്നെ ഗ്യാരണ്ടി നൽകിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു റിസ്ക് ഏറ്റെടുക്കാവുന്നതാണ്. വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലുള്ള സ്വിമ്മിങ് ബാത്തിൻ്റെയും അതുപോലെ തന്നെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കനാലിനകത്ത് ബാത്തിങ് ആണ് ഹൈലൈറ്റ് എങ്കിലും ഇതുപോലെ ചാടാനും ഡൈവ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് അതിന് പറ്റിയ സ്പോട്ട് നമ്മുടെ തൊട്ടുപുറത്തുണ്ട്. എന്തായാലും ഒരു ഒഴിവ് ദിവസം നമ്മുടെ കൂട്ടുകാരൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ പകൽ ചിലവഴിക്കാൻ ഈ ഒരു സ്ഥലം ധാരാളമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ വന്ന ദിവസം സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വന്നൊരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അത്യാവശ്യം നല്ല ആൾത്തിരക്കാണ് നമുക്ക് കാണാൻ പറ്റിയത്. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആത്തുലസിക്കുന്ന പല ജാതി കാഴ്ചകളാണ് ഇവിടെ. ആസ്വദിക്കാനും അംഗീകരിക്കാനുമുള്ള മനസ്സ് നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ ഏതൊരു ഇമോഷൻസിനെയും നമ്മുടെ പ്രായത്തെയും തന്നെ കീഴ്പ്പെടുത്തുന്ന ഒരു വലിയ മരുന്ന് തന്നെയാണ് പ്രകൃതിയിലെ ഇത്തരത്തിലുള്ള കാഴ്ചകളും യാത്രകളും. കൂടാതെ നമ്മുടെ കൂടെ പ്രാണൻ പകുത്തു നൽകാൻ പാകത്തിലുള്ള നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ തന്നെ. ചെറുതാണെങ്കിലും ചേർന്നിരിക്കാൻ ആളുണ്ടാകുമ്പോഴാണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും
കാണാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ കളർഫുൾ ആകുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ട് നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കൂടെ കൂടിക്കോളൂ. ഇനിയും ഒരുപാട് യാത്രകൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാനുണ്ട്. കേട്ടതും കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾക്കും അപ്പുറത്ത് നമ്മുടെ നിലമ്പൂരിൻ്റെ കാഴ്ചകൾ ഇങ്ങനെ ഒട്ടനവധിയായി പരന്നു കിടക്കുകയാണ്. അതിലൊരു ഇത്തിരി മാത്രമേ നമ്മളിൽ അധിക പേരും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. മറ്റൊരു നല്ല സർക്യൂട്ടുമായി നിങ്ങളെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ സർക്യൂട്ട് ഗ്രാമിൽ നിന്നും ഞാൻ ഷംസാദാണ്.